നീ ഇങ്ങനെ പ്രയാസപ്പെട്ടതുകൊണ്ട് എന്താ കാര്യം? ഞാൻ മറ്റൊരു തരത്തിലും ഇതിനെ ഒന്ന് വിശകലനം ചെയ്തു. അപ്പൊ എനിക്ക് തോന്നി വിഷമിക്കല്ല, ആശ്വസിക്കുകയാണ് വേണ്ടതെന്ന്. മറ്റൊന്നുമല്ല, കാര്യങ്ങളുടെ ഭീകരാവസ്ഥ നമുക്കിപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. അത് മുന്നിൽ കണ്ട് തിരുമേനി നിർദ്ദേശിച്ചതുപോലെ പരിഹാരങ്ങളും ചെയ്യാലോ. ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ലായിരുന്നെങ്കിലോ? അവളുടെ ജാതകത്തിൽ ഇത്രയും ദോഷങ്ങൾ ഉണ്ടെന്ന് തിരുമേനി പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ദേവിയുടെ വീട്ടുകാർ ജാതകങ്ങളൊക്കെ നേരത്തെ പരിശോധിച്ചതാമേ, അപ്പൊ ഒരു ദോഷം കണ്ടില്ല. നിന്നെ വിഷമിപ്പിക്കാൻ പറയല്ല. ചില വിവാഹങ്ങൾ നടന്നു കിട്ടാൻ ജാതകങ്ങളിൽ മനഃപൂർവ്വം ചേർച്ചയുണ്ടാക്കും. ചിലപ്പോ ദേവിക അറിഞ്ഞു കാണണമെന്നില്ല. അവളുടെ വീട്ടുകാർ ചെയ്തതാവും. ഇല്ല, ദേവിയുടെ വീട്ടുകാർ ഒരിക്കലും ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യില്ല. ദേവിയുടെ അമ്മയൊക്കെ ഈ കാര്യങ്ങളിൽ വലിയ സത്യസന്ധര. അമ്മ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞോ? ആരോ ചെയ്തിരിക്കും. ചിലപ്പോ അവളുടെ അച്ഛനാവാം. ഇപ്പൊ സ്വാമിയെ പോലൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരു സമയത്ത് കുഴപ്പക്കാരനായിരുന്നില്ലേ ആള്? പോട്ടെ, ഇനിയിപ്പോ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. അവരെ ആഗ്രഹിച്ചു കാണും മോളൊരു വലിയ വീട്ടിലെ പയ്യനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന്. ബ്രഹ്മദത്തൻ തിരുമേനി ജ്ഞാനിയാ. വെറും ജ്ഞാനിയല്ല, ത്രികാലജ്ഞാനി. അതുകൊണ്ടാ ദോഷങ്ങളൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് കണ്ടുപിടിച്ചത്. ഏതായാലും പൗർണമി വരെ ഇങ്ങനെ പോട്ടെ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുമേ? തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ? ജീവാപായം വരെ സംഭവിക്കേണ്ടതായിരുന്നു. നിന്റെ കാലിലൊരു മുള്ളു കൊണ്ടാ പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ജീവാപായം ഒന്ന് കേട്ടാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? ഇനി തിരിച്ചും ചിന്തിക്കാം. ദേവികയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നിരിക്കട്ടെ, നിനക്കത് സഹിക്കാൻ പറ്റുമോ? ഇനി എന്തൊക്കെ പരിഹാരം ചെയ്താലും നമ്മുടെയൊക്കെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന വാളായി ജാതകദോഷം.